നമസ്കാരം. ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടക്കുമെത്തൽ പുളിക്കൽ റോഡിൽ ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹം. ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കടത്തനാടൻ അങ്കക്കളരിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പ്രസിഡന്റ് ചർച്ചയിൽ പങ്കെടുത്തില്ല. വേളം പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിച്ച് LDF. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത്. മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിന് നാദാപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടക്കുമെത്തൽ പുളിക്കൽ റോഡിൽ ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹമായി. നാദാപുരം പുറമേരി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന് 4 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത വിധം തകർന്നിട്ടും അധികൃതർ നിസ്സംഗത കാണിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതുവഴി വില്യാപ്പള്ളി വടകര ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താൻ കഴിയും. 760 മീറ്റർ റോഡിൽ 10 വർഷത്തിലേറെയായി അറ്റകുറ്റപ്പണി പോലും നടക്കാത്തത്. 40 വർഷം പഴക്കമുള്ള ടാറിങ് ചെയ്യാത്ത പുറമേരി പഞ്ചായത്തിലെ ഏക റോഡാണിതെന്ന് നാട്ടുകാർ പറയുന്നു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 വർഷം മുൻപ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കടത്തനാടൻ അങ്കക്കളരിയുടെയും പവലിയനുകളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിൽ. മെയ് 3 മുതലാണ് പരിപാടി ആരംഭിക്കുന്നത്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക വകുപ്പിന്റെയും മഹാത്മാ പബ്ലിക് ലൈബ്രറി ചോമ്പാലയുടെയും കേരള ഫോക്ലോർ അക്കാദമിയുടെയും കുടുംബശ്രീ മിഷൻ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് കടത്തനാടൻ അംഗം സംഘടിപ്പിക്കുന്നത്. അന്യം നിന്നു പോകുന്ന കടത്തനാടിന്റെ കളരി പെരുമയെ നിലനിർത്തുകയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സാംസ്കാരിക ഉത്സവത്തിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ആയോധന കലയ്ക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും പ്രദർശനവും സെമിനാറുകളും ഉണ്ടായിരിക്കും. ഒപ്പം ദിവസവും പാട്ടും താളവും നൃത്തവും സമന്വയിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രഗത്ഭ ഗ്രൂപ്പുകളുടെ കലാപരിപാടികളോടൊപ്പം പ്രാദേശിക സംഘത്തിന്റെ വിവിധ പരിപാടികളും നാടൻ കലകളും അരങ്ങേറും. ഇതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള കൂറ്റൻ പന്തൽ ഒരുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് സംഘാടകർ. വേളം പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ പ്രസിഡന്റ് പങ്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ചർച്ച ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഇന്നലെയാണ് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രസിഡന്റ് പങ്കെടുക്കാത്തതോടെയാണ് LDF ബഹിഷ്കരണം നടത്തിയത്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാതെ ഒളിച്ചോടുകയാണ് ഉണ്ടായതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരായ ചർച്ചയെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാത്ത ഭരണസമിതിക്കെതിരെ തുടർ പ്രക്ഷോഭം നടത്തുമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത്. മുസ്ലിം ലീഗ് അംഗത്വ വിതരണത്തിന് നാദാപുരം നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. എടച്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരിങ്ങണ്ണൂർ ശാഖയിലെ ഡോക്ടർ സഹലിന് ആദ്യ മെമ്പർഷിപ്പ് നൽകി പ്രസിഡന്റ് KM ഹംസ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി E ഹാരിസ് അധ്യക്ഷനായി. രാഷ്ട്ര പുരോഗതിക്കും സാമൂഹ്യനീതിക്കും രാജ്യശില്പികൾ രൂപപ്പെടുത്തിയ ഭരണഘടനാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പച്ചയായി ഭരണകൂടം തന്നെ നിഷേധിക്കുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുകയാണ് യൂത്ത് ലീഗ്. സാമൂഹ്യനീതി എന്നത് ഓരോ വ്യക്തിക്കും അർഹതപ്പെട്ട അവകാശങ്ങളും ഉറപ്പാക്കുന്നതാവണം. രാജ്യം സ്വാതന്ത്ര്യം നേടി 7.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ന്യൂനപക്ഷം അവകാശ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിലാണ്. മതപരവും വിശ്വാസപരവുമായ അവകാശങ്ങളിന്മേൽ മാത്രമല്ല, മുസ്ലിങ്ങളുടെ പവിത്രമായ വഖഫ് സ്വത്തിൽ പോലും കടന്നുകയറ്റം തുടർച്ചയാകുന്ന രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെയും അവരുടെ കുഴലൂത്തുകാരായി മാറിയ കപട രാഷ്ട്രീയത്തിനെതിരെയും യുവത സജ്ജരാകണമെന്ന് യൂത്ത് ലീഗ് ക്യാമ്പയിനിലൂടെ ആവശ്യപ്പെടുന്നു. O മുനീർ, മുഹമ്മദ് പേരോട്, സയ്യിദ് തോട്ടോളി, ഷാഫി തറമ്മൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ KP സലീന, അഷ്റഫ് ഇരിങ്ങണ്ണൂർ എന്നിവർ പ്രസംഗിച്ചു. വാർത്തകളുടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.